നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫർണിച്ചർ കടയിൽ വൻ അഗ്നിബാധ, ലക്ഷങ്ങളുടെ നാശനഷ്ടം. സംഭവം ഇന്ന് പുലർച്ചെ പാടിച്ചിറയിൽ. നൂൽപ്പുഴ വനാന്തര ഗ്രാമത്തിൽ കൃഷിയിടത്തോട് ചേർന്ന ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനം കത്തി നശിച്ചു. സംഭവം നൂൽപ്പുഴ കുണ്ടൂർ വനഗ്രാമത്തിൽ. ഇത്തവണ കാലവർഷം നേരത്തെയെന്ന് റിപ്പോർട്ട്. മെയ് 26 മുതൽ മൺസൂൺ തുടങ്ങും. കാലവർഷം നേരത്തെ എത്തുന്നത് കർഷക ജനതയ്ക്ക് ആശ്വാസമാക്കും. നൂൽപ്പുഴ തേക്കുംപറ്റ 4 സെന്റ് കോളനിക്കാർ കുടിക്കുന്നത് മലിനജലം. കോളനിയിലെ അംഗൻവാടിയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതും മലിനജലം ഉപയോഗിച്ച്. കോളനിയിൽ പുതിയ കിണർ വേണമെന്ന ആവശ്യം ശക്തം. വ്യാജ വികലാംഗ സർട്ടിഫിക്കറ്റ് നിയമനം, ഉദ്യോഗാർത്ഥികൾക്കെതിരെ നിയമ നടപടി ആരംഭിച്ചു. മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിലെ ജീവനക്കാരിയെ പിരിച്ചുവിട്ട് ഉത്തരവായി. അമരക്കുനി വിശുദ്ധ യൂദാശ്ലീഹായുടെ നാമധേയത്തിൽ നിർമ്മിച്ച ദേവാലയ കൂദാശകർമ്മം നിർവഹിച്ചു. മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രങ്ങളായി ആരാധനാലയങ്ങൾ മാറണമെന്ന് മാനന്തവാടി രൂപത അധ്യക്ഷൻ മാർ ജോസ് പൊരുന്നേടം. കുടിയേറ്റ മേഖലയിലെ നാനാജാതി മതസ്ഥരുടെ അഭയ കേന്ദ്രങ്ങളായി അമരക്കുനി ദേവാലയം മാറിയതായും ബിഷപ്പ് ഡോക്ടർ മാർ ജോസ് പൊരുന്നേടം. സമരഭൂമിയിൽ കിടപ്പാടമില്ലാതെ ആദിവാസി കുടുംബങ്ങൾ ദുരിതത്തിലായത് മേപ്പാടി, നെടുമ്പാല, ഇല്ലിച്ചോട് സമരകേന്ദ്രങ്ങളിലെ കുടുംബങ്ങൾ. ഭൂമി തരംതിരിച്ചു നൽകാൻ നടപടിയില്ലാത്തത് ദുരിതം ഇരട്ടിപ്പിക്കുന്നു. KSRTC മാനേജ്മെന്റ് ബത്തേരി ഡിപ്പോയോട് കാണിക്കുന്ന അവഗണനയ്ക്ക് അറുതിയില്ല. രാത്രിയാത്രാ നിരോധന സമയത്ത് ബത്തേരി വഴി ബാംഗ്ലൂരുവിലേക്ക് സർവീസ് നടത്തിയിരുന്ന ബസ് മാനന്തവാടി വഴിയാക്കി. കേടായ മോട്ടോർ മാറ്റി സ്ഥാപിക്കാൻ നടപടിയില്ല. 1 മാസമായി ഡിപ്പോയിലേക്ക് വെള്ളം എത്തിക്കുന്നത് ലോറി. വാർത്തകൾ വിശദമായി. തീപിടുത്തത്തിൽ പാടിച്ചിറയിലെ വുഡ് ഫർണിച്ചർ കടയിൽ ലക്ഷങ്ങളുടെ മര ഉരുപ്പടികൾ കത്തിനശിച്ചു. പാടിച്ചിറ മുതുക്കാട്ടുശ്ശേരി ജയന്റെ ഫർണിച്ചർ ഷോപ്പും വാവശ്ശേരിയിൽ വിനോദിന്റെ ഫോട്ടോസ്റ്റാറ്റ് കടയുമാണ് കത്തിനശിച്ചത്. ഇന്ന് പുലർച്ചെയോടെയാണ് ഓടും ഷീറ്റുമിട്ട കടയ്ക്ക് തീപിടിച്ചത്. ബത്തേരിയിൽ നിന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. പുതുതായി നിർമ്മിക്കുന്ന 3 വീടുകളിലേക്ക് പണി പൂർത്തീകരിച്ച മര ഉരുപ്പടികൾ കൊടുക്കാനിരിക്കെയാണ് അഗ്നിബാധ. 40 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായും കട ഉടമ പറഞ്ഞു. ഇതിനു പുറമെ മെഷീനറികളും പൂർണ്ണമായി കത്തിനശിച്ചു. കെട്ടിടത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഫോട്ടോസ്റ്റാറ്റ് കടയും പൂർണ്ണമായി കത്തിനശിച്ചു. 1 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കട ഉടമ പറഞ്ഞു. ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടൽ മറ്റു മേഖലകളിലേക്ക് തീ പടരാതിരിക്കാൻ കാരണമായി. അഗ്നിബാധ വൈദ്യുത സർക്യൂട്ട് മൂലമാണോ എന്ന് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. പുൽപ്പള്ളി പോലീസും നാട്ടുകാരും ചേർന്നാണ് തീയണയ്ക്കാൻ നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പുൽപ്പള്ളി. സംസ്ഥാന അതിർത്തിയിൽ വനത്തോട് ചേർന്ന് ഇരുചക്രവാഹനം കത്തി നശിച്ചു. നൂൽപ്പുഴ കുണ്ടൂർ പുളിയാങ്കണ്ടത്തിൽ ഡിജീഷിന്റെ ബൈക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി കത്തി നശിച്ചത്. സംഭവത്തിൽ ബത്തേരി പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഡിജീഷിന്റെ ഇരുചക്രവാഹനം കത്തിനശിച്ചത്. ഡിജീഷിന് കൃഷിയിടത്തോട് ചേർന്നുള്ള ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കാണ് കത്തിനശിച്ചത്. ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. ബൈക്ക് ഷെഡിൽ നിർത്തിയ ശേഷം സമീപത്തെ ഏറുമാടത്തിൽ വന്യമൃഗങ്ങൾ വരുന്നത് നിരീക്ഷിക്കുകയായിരുന്നു ഡിജീഷ്. ഈ സമയമാണ് ഷെഡിൽ നിന്നും തീ ഉയരുന്നത് കണ്ടത്. ഉടനെ ഷെഡിലെത്തിയെങ്കിലും ബൈക്ക് കത്തിനശിച്ചിരുന്നു. 2008 മോഡൽ പൾസറാണ് കത്തിനശിച്ചത്. ബൈക്കിൽ തീ പടർന്നത് എങ്ങനെയെന്ന് വ്യക്തമല്ല. തമിഴ്നാട് വനത്തോട് ചേർന്ന് കിടക്കുന്ന വനഗ്രാമമാണ് നൂൽപ്പുഴയിലെ വനാന്തര ഗ്രാമമായ മുണ്ടൂർ. സംഭവത്തിൽ ബത്തേരി പോലീസിൽ പരാതി നൽകിയതായി ഡിജീഷ് പറഞ്ഞു. ഇപ്പോഴാണ് വണ്ടി ഇങ്ങനെ കത്തുന്നത് ഞാൻ കണ്ടത്. ഞാൻ വന്നപ്പോഴത്തേക്കും ഇത് ഏകദേശം പൂർണ്ണമായും കത്തി അറിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ പോയി സ്റ്റേഷനിൽ പരാതി പെട്ടിട്ടുണ്ട്. പോലീസ് വന്ന് ഇൻക്വസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. വയനാട് ന്യൂസ്, ബത്തേരി. ഇത്തവണ കാലവർഷം പതിവിലും നേരത്തെയാകാൻ സാധ്യത. ജൂൺ 1-നാണ് സാധാരണ കാലവർഷം തുടങ്ങുക. എന്നാൽ ഇക്കുറി മെയ് 26-ന് തുടങ്ങുമെന്നാണ് വിദേശ കാലാവസ്ഥാ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കുറി കാലവർഷം മെയ് 26-ന് തുടങ്ങുമെന്നാണ് വിദേശ കാലാവസ്ഥാ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഔപചാരിക പ്രഖ്യാപനം മെയ് പകുതി കഴിഞ്ഞേ ഉണ്ടാകൂ. ഇക്കുറി രാജ്യവ്യാപകമായി ശരാശരി മഴ കിട്ടുമെന്നാണ് ഡൽഹിയിലെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏപ്രിൽ 16-ന് പ്രവചിച്ചിരുന്നു. മഴയുടെ സ്വഭാവം എന്താകുമെന്നതിന്റെ 2ാം ഘട്ട പ്രവചനം ജൂൺ ആദ്യമേ ഉണ്ടാകൂ. മഴ കുറയുമെന്ന നവമാധ്യമങ്ങളിലെ പ്രചാരം മുഖവിലക്കെടുക്കേണ്ടെന്നാണ് കാലാവസ്ഥാ ഗവേഷകർ പറയുന്നത്. കേരളത്തിൽ മൺസൂൺ നേരത്തെ ആരംഭിക്കുന്നത് വരൾച്ചയിൽ ദുരിതത്തിലായ ജനങ്ങൾക്ക് ആശ്വാസമാവും.
2016 കാലവർഷം 34%, തുലാവർഷം 64% കുറഞ്ഞിരുന്നു. മാർച്ച് മുതൽ ലഭിക്കുന്ന വേനൽമഴ ഇതുവരെ 155 മില്ലിമീറ്റർ പെയ്തത് ശരാശരിയിൽ നിൽക്കുന്നു. 2015 മെച്ചപ്പെട്ട മഴ ലഭിച്ചില്ല. കാലവർഷം, തുലാവർഷം, വേനൽമഴ എന്നിങ്ങനെയായി ശരാശരി 3000 മില്ലിമീറ്റർ മഴ കേരളത്തിൽ ലഭിക്കണം. ഇതിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള 4 മാസത്തെ കാലവർഷത്തിൽ ശരാശരി 2000 മില്ലിമീറ്റർ ലഭിക്കണം. എന്നാൽ സമീപകാലത്തായി അതിന്റെ പകുതി പോലും പല ജില്ലകളിലും ലഭിക്കുന്നില്ല. മഴ കുറയുന്ന എൽ നിനോ പ്രതിഭാസത്തിന്റെയും മഴ കൂട്ടുന്ന ലാനിന പ്രതിഭാസത്തിന്റെയും സൂചനകൾ പസഫിക് സമുദ്രത്തിൽ ഇപ്പോഴില്ലെന്ന് കാലാവസ്ഥാ ഗവേഷകർ പറയുന്നു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. നൂൽപ്പുഴ തേക്കുംപറ്റ 4 സെന്റ് കോളനി നിവാസികൾ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നത് മലിനജലം. സമീപത്തെ സ്കൂൾ ഹോസ്റ്റലിൽ നിന്നുള്ള മാലിന്യമടക്കം കോളനിയിലെ കിണറുകളിലേക്കാണ് ഒഴുകിയിറങ്ങുന്നത്. പരാതികൾ നൽകിയിട്ടും നടപടിയുണ്ടാകുന്നില്ലെന്നാണ് കോളനിക്കാർ പറയുന്നത്. കല്ലൂർ തേക്കുപറ്റ കോളനിയിലെ 54 കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി മലിനജലം ഉപയോഗിക്കുന്നത്. 3 കിണറുകൾ കോളനിയിലുണ്ടെങ്കിലും ഇതിലെ ജലം മലിനമാണ്. കിണറിനടുത്തെത്തിയാൽ തന്നെ കിണറിൽ നിന്നും അസഹനീയമായ ദുർഗന്ധമാണ് വമിക്കുന്നത്. ഈ വെള്ളം പാത്രങ്ങളിൽ ദിവസങ്ങളോളം എടുത്തുവെച്ച് ഊറിയതിനു ശേഷമാണ് ഉപയോഗിക്കുന്നത്. ഈ വെള്ളം ഉപയോഗിച്ച് പാകം ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വരെ നിറവ്യത്യാസം കാണുന്നതായി കോളനിയിലെ സ്ത്രീകൾ പറയുന്നു. സമീപത്തെ സ്കൂൾ ഹോസ്റ്റലിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം വരെ ഈ കിണറുകളിലേക്ക് ഒഴുകിയിറങ്ങുന്നതായാണ് കോളനിക്കാരുടെ ആരോപണം. ഈ വെള്ളം തന്നെയാണ് കോളനിയിലെ അംഗൻവാടിയിലും ഉപയോഗിക്കുന്നത്. കോളനിയിൽ ശുദ്ധജലം നൽകുന്നതിനായി വർഷങ്ങൾക്ക് മുമ്പ് ജലനിധി പദ്ധതി ആരംഭിക്കുമെന്ന് പറഞ്ഞ് പണപ്പിരിവ് നടത്തിയതായും കോളനിക്കാർ ആരോപിച്ചു. 54 വീട്ടുകാരും കുടിക്കുന്ന വെള്ളം അശുദ്ധിയായ വെള്ളമാണ്. ഞങ്ങൾ അംഗൻവാടി പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു കിണർ സർക്കാർ തരണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ ഈ പരിസരത്ത് രാജീവ് ഗാന്ധി സ്കൂളിന്റെ താഴെയായിട്ട് ഒരു കിണറുണ്ട്. ആ കിണറിലെ വെള്ളം അത്ര നല്ല വെള്ളം എന്നൊന്നും പറയാനില്ല. ഞങ്ങളത് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് വെള്ളം ഇല്ലാത്തതിന്റെ പേരിൽ ഞങ്ങളത് ഉപയോഗിക്കുന്നത്. മഴ പെയ്താൽ കോളനിയിലെ വീടുകളും ഈ മലിനജലം കൊണ്ട് നിറയും. സമീപത്തെ നീർച്ചാലുകളിൽ നിന്നുമാണ് മലിനജലം കോളനികളിൽ എത്തുന്നത്. ജില്ലയിൽ മഞ്ഞപ്പിത്തമടക്കമുള്ള ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മലിനജലം ഉപയോഗിക്കരുതെന്ന് ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശമുള്ളപ്പോഴാണ് തേക്കുമറ്റ കോളനിക്കാർ മലിനജലം കുടിക്കാൻ നിർബന്ധിതരാവുന്നത്. ഈ സാഹചര്യത്തിൽ കോളനിയിൽ മറ്റൊരു കിണർ കുഴിച്ച് ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്. വയനാട് ന്യൂസ്, ബത്തേരി. വ്യാജ വികലാംഗ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലിയിൽ പ്രവേശിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി തുടങ്ങി. മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിലെ ജീവനക്കാരി ഉഷാകുമാരി പിള്ളയെ പിരിച്ചുവിട്ടതായുള്ള ഉത്തരവ് ട്രൈബൽ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. ജില്ലയിൽ 20ഓളം പേർ ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വിവിധ വകുപ്പുകളിൽ ജോലി നേടിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ജില്ലയിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സർവീസിൽ കയറിയ 20ഓളം പേർ ഇനിയുമുണ്ട്. റവന്യൂ, വനം, കൃഷി, സഹകരണ വകുപ്പ്, പട്ടികവർഗ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയിലാണ് കൂടുതലും പേരുള്ളത്. ഇവരെ പിരിച്ചുവിടാനുള്ള നീക്കങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുകയാണ്. 1994 സർവീസിൽ കയറിയതാണ് ശനിയാഴ്ച പിരിച്ചുവിടപ്പെട്ട ഉഷാകുമാരി. അന്നത്തെ കളക്ടർ എസ് സുബ്ബയ്യയാണ് ഇവർക്ക് ജോലിക്കുള്ള ഉത്തരവ് നൽകിയത്. മുൻ കളക്ടർ ചെയർമാനുള്ള കമ്മിറ്റിക്ക് വികലാംഗ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പ്രകാരം ജോലി നൽകാൻ അധികാരമുണ്ടായിരുന്നു. ഈ അധികാരം ഉപയോഗിച്ചാണ് അന്ന് ഉത്തരവ് നൽകിയത്. ഇത്തരത്തിൽ ജോലി കിട്ടിയ നിരവധി പേർ സർവീസിലുമുണ്ട്. ഇങ്ങനെ ജോലി സമ്പാദിച്ചവരിൽ റിട്ടയർ ചെയ്തവരുമുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വ്യാജ വികലാംഗ നിയമനത്തിന് ചുക്കാൻ പിടിച്ചത് വലിയൊരു ലോബി തന്നെയാണ്. ജില്ലാ മെഡിക്കൽ ബോർഡിലുള്ളവരെയും ഉദ്യോഗസ്ഥരെയും ഇതിനായി കൂട്ടുപിടിച്ചിരുന്നു. കേൾവിശക്തി കുറവാണെന്ന സർട്ടിഫിക്കറ്റാണ് ജോലി കിട്ടിയവരെല്ലാം ഹാജരാക്കിയിരുന്നത്. സർവീസിലുള്ളവർ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമ്പോൾ അന്ന് മെഡിക്കൽ ബോർഡിലുള്ള ഡോക്ടർമാർ വരെ സംശയത്തിന്റെ നിഴലിലാവുകയാണ്. ജോലി നഷ്ടമാകുന്നവർ കോടതിയെ സമീപിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡോക്ടർമാരും നിയമത്തിനു മുന്നിൽ എത്തേണ്ടി വരുമെന്നും സൂചനയുണ്ട്. നേരത്തെ അന്വേഷണവും നടപടിയും വന്നപ്പോൾ കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയാണ് സർവീസിൽ തുടർന്നത്. ഈ സ്റ്റേ ഒഴിവാക്കിയാണ് ഇപ്പോൾ പിരിച്ചുവിടൽ നടപടി ആരംഭിച്ചത്. ജോലിക്ക് അർഹതയില്ലാതെ പിരിച്ചുവിടുമ്പോൾ ഇത്തരത്തിലുള്ളവർ വാങ്ങിയ ശമ്പളം, പെൻഷൻ എന്നിവയെല്ലാം ചോദ്യം ചെയ്യപ്പെടും. മാത്രവുമല്ല, ഇതിനകം തന്നെ റിട്ടയർ ചെയ്തവരുമുണ്ട്. അന്വേഷണത്തിലുള്ള ഉത്തരവ് വരുമ്പോൾ 20 പേരായിരുന്നു സർവീസിലുണ്ടായിരുന്നത്. വ്യാജ വികലാംഗ സർട്ടിഫിക്കറ്റ് വാങ്ങി ജോലിയിൽ പ്രവേശിച്ച സംഭവം വിവാദമായപ്പോൾ ഇത്തരത്തിലുള്ളവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരാക്കി പരിശോധന നടത്തിയിരുന്നു. ഇവിടെ നിന്നാണ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് മനസ്സിലാക്കിയത്. ബോർഡിന് മുന്നിൽ ഹാജരാവാത്തവരുമുണ്ട്. അനുപൂർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രങ്ങളായി ആരാധനാലയങ്ങൾ മാറണമെന്ന് മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം അമരക്കുനി വിശുദ്ധ യൂദാസ്ലിഹായുടെ നാമധേയത്തിൽ പുതുതായി നിർമ്മിച്ച ദേവാലയത്തിന്റെ കൂദാശക്രമം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു. അമരക്കുനി ഇടവക അംഗങ്ങളുടെയും വികാരിയച്ഛന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച ദേവാലയം പടുത്തുയർത്തിയത് പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും കൂട്ടായ്മയുടെയും തെളിവാണെന്നും ഇടവക അംഗങ്ങളോടൊപ്പം നാനാജാതി മതസ്ഥരും ദേവാലയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു.
കുടിയേറ്റ മേഖലയിലെ നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രമായി അമരക്കുനി ദേവാലയം മാറാൻ കഴിഞ്ഞതെന്നും ബിഷപ്പ് പറഞ്ഞു. കൂദാശ കർമ്മങ്ങൾക്ക് വികാരി ജനറൽ ഫാദർ മാത്യു മാടപ്പള്ളി കുന്നേൽ, ഫെറോന വികാരി ഫാദർ ഫ്രാൻസിസ് നെല്ലിക്കുന്നേൽ, ഫാദർ ജോസഫ് പരുവമ്മേൽ, ഫാദർ റോബിൻ പടിഞ്ഞാറത്തറയിൽ, ഫാദർ അലക്സ് കളപ്പുര, ഫാദർ സജി പുതുക്കുളങ്ങര എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. മേപ്പാടി നെടുമ്പാല ഇല്ലിച്ചൂട് സമരകേന്ദ്രങ്ങളിലെ ആദിവാസി കുടുംബങ്ങൾ കിടപ്പാടങ്ങളില്ലാതെ ദുരിതത്തിൽ. 4 വർഷം മുമ്പാണ് ഇവർ AKSന്റെ നേതൃത്വത്തിൽ വനഭൂമി കയ്യേറി കുടിൽകെട്ടി താമസം തുടങ്ങിയത്. 2013-14 വർഷങ്ങളിൽ ആദിവാസി സംഘടനയായ AKSന്റെ നേതൃത്വത്തിൽ വനഭൂമി കയ്യേറി കുടിൽകെട്ടി താമസം തുടങ്ങിയവരാണ് ഈ കുടുംബങ്ങൾ. ഇതുവരെ ഭൂമി തരംതിരിച്ചു നൽകാൻ സർക്കാർ തീരുമാനങ്ങളൊന്നുമായില്ല. ഭരണം മാറിയിട്ടും നാളിതുവരെയായിട്ടും സമരത്തിന് നേതൃത്വം നൽകിയ നേതാക്കളും ഇതുവഴി തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആരോപണമുയരുന്നത്. മഴയും വെയിലും കൊള്ളുകയെ ഇവർക്ക് നിവൃത്തിയുള്ളൂ. ഭരണം മാറിയപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇവർക്ക് തിരിച്ചടിയായത് വനം വകുപ്പിന്റെ കർശന നടപടിയും കയ്യേറ്റ ഭൂമിയിലെ ചെറുമരങ്ങൾ ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിക്കരുതെന്നുമുള്ള തീരുമാനങ്ങളാണ്. സ്വന്തം നിലയ്ക്ക് കുടിൽകെട്ടി മഴയും വെയിലും കൊള്ളാതെ കൂരയ്ക്കുള്ളിൽ കഴിയാമെന്ന ഉറച്ച തീരുമാനത്തിൽ നിൽക്കെയാണ് വനംവകുപ്പിന്റെ ഉത്തരവ് ഇവർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം വരണ്ടുണങ്ങിയ കാർഷിക മേഖലയിൽ നിന്നുള്ള തൊഴിലും നഷ്ടമായ ഇവർ ദാരിദ്ര്യത്തിന്റെ നടുവിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ കോളനിക്കാരിൽ ചിലർ ഇഞ്ചി, വാഴ, ചേന തുടങ്ങിയ കൃഷികൾ താമസഭൂമിയിൽ ചെയ്തു വരുന്നുമുണ്ട്. ഇത് വാർഷിക വരുമാനമായി ജീവിക്കാം എന്ന പ്രതീക്ഷയിലാണ്. വേനൽ ചൂട് അസഹ്യമാകുമ്പോഴും മഴക്കാലം എത്തല്ലേ എന്ന പ്രാർത്ഥനയാണ് ഈ കുടുംബങ്ങൾക്കുള്ളത്. ഭൂമി തങ്ങൾക്ക് പതിച്ചു നൽകി വീടുകൾ നിർമ്മിച്ചു നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. മഴക്കാലം വരാൻ പോണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ മുറിച്ചിട്ട് നമുക്ക് ഷെഡ് വെച്ച് കെട്ടേണ്ട ഒരു പാവമില്ല. അല്ലെങ്കിൽ ഫോറസ്റ്റുകാർ വന്നിട്ട് മറ്റേ കാരിട് മുറിക്കണ്ട, ഇത് മുറിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുറിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇവിടെ കയ്യേറ്റം തുടങ്ങിയാണല്ലോ. അതുകൊണ്ട് മറ്റേ എന്താ പറയുക, കാറ്റിട്ട് മുറിച്ചേ പറ്റുള്ളൂ. ഒരു സെഡിന്റെ കാലിനാണെങ്കിൽ മറ്റേ മുളന്റെ മുറിക്കാനില്ല, മുള ഇല്ല. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. KSRTC മാനേജ്മെന്റ് ബത്തേരി ഡിപ്പോയോട് കാണിക്കുന്ന അവഗണനയ്ക്ക് അറുതിയില്ല. ഏറ്റവും ഒടുവിലായി കോഴിക്കോട് നിന്നും ബത്തേരി വഴി ബാംഗ്ലൂരുവിലേക്ക് സർവീസ് നടത്തിയിരുന്ന ഡീലക്സ് ബസ് മാനന്തവാടി വഴിയാക്കിയാണ് മാനേജ്മെന്റ് ബത്തേരി ഡിപ്പോയുടെ ക്രൂരത കാണിച്ചിരിക്കുന്നത്. രാത്രിയാത്രാ സമയത്ത് സർവീസ് നടത്തിയിരുന്ന ബസ്സായിരുന്നു ഇത്. രാത്രി 10 മണിക്ക് കോഴിക്കോട് നിന്നും സർവീസ് ആരംഭിച്ച് 12:15 ബത്തേരിയിലെത്തി ബാംഗ്ലൂർക്ക് പോയിരുന്ന ഡീലക്സ് ബസ്സാണ് കഴിഞ്ഞ ദിവസം മുതൽ മാനന്തവാടി വഴിയാക്കിയത്. ഇതോടെ ബത്തേരിയിൽ നിന്നും രാത്രികാലങ്ങളിൽ ബാംഗ്ലൂരിലേക്ക് പോകുന്നതിനായി ബത്തേരി ഡിപ്പോയിൽ കാത്തുനിൽക്കുന്നവരാണ് ദുരിതത്തിലായത്. ഇതിനു പകരമായി ബത്തേരി വഴി തിരുവനന്തപുരത്ത് നിന്നും ആരംഭിക്കുന്ന സ്കാനിയ സർവീസ് ആരംഭിച്ചുവെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഈ ബസ് ബത്തേരി ഡിപ്പോയിൽ എത്തിച്ചേരുന്ന സമയം ആർക്കും അറിയുകയുമില്ല. ഇതിനു പുറമെ സാധാരണക്കാരുടെ യാത്രാ ചെലവും ഈ ബസ്സിൽ കൂടുതലാണ്. ഇരട്ടി ചാർജാണ് ടിക്കറ്റ് നിരക്കെന്നാണ് ആരോപണം. ഇത്തരത്തിൽ ബത്തേരി ഡിപ്പോയ്ക്ക് അനുവദിച്ച ബസ്സുകൾ സർവീസ് നടത്താതെയും DTOയെ കൽപ്പറ്റയ്ക്ക് മാറ്റിയും ബസ്സുകൾ മറ്റ് ഡിപ്പോയിലേക്ക് മാറ്റിയും ബത്തേരി ഡിപ്പോയെ തകർക്കാനുള്ള അധികൃതരുടെ ഗൂഢതന്ത്രമായാണ് ഇതിനെ ജനം കാണുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരാനാണ് നാട്ടുകാരുടെ തീരുമാനം. വയനാട് ന്യൂസ്, ബത്തേരി. മോട്ടോർ നന്നാക്കാൻ നടപടിയില്ല. ബത്തേരി KSRTC ഡിപ്പോയിലേക്ക് വെള്ളം ടാങ്കിലടിക്കാൻ തുടങ്ങിയിട്ട് 1 മാസം പിന്നിട്ടു. 50,000 രൂപ മുടക്കിയാൽ മോട്ടോർ ഘടിപ്പിച്ച് കിണറ്റിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാമെന്നിരിക്കെയാണ് ദിവസവും 2,000-ലേറെ രൂപ മുടക്കി വെള്ളം ഡിപ്പോയിലെത്തിക്കുന്നത്. നിറയെ വെള്ളമുള്ള കിണറുണ്ടെങ്കിലും മോട്ടോർ കേടായെന്ന കാരണത്താൽ ബത്തേരി KSRTC ഡിപ്പോയിലേക്ക് പുറത്തുനിന്നും വെള്ളം എത്തിക്കാൻ തുടങ്ങിയിട്ട് 1 മാസം പിന്നിട്ടു. ദിവസം 5000 ലിറ്റർ വീതം 3 തവണയാണ് വെള്ളം ലോറിയിലടിക്കുന്നത്. നിലവിൽ കിണറിന് പുറമെ 2 കുഴൽക്കിണറുണ്ട്. എന്നാൽ കുഴൽക്കിണറിലെ വെള്ളം 1 മണിക്കൂർ പമ്പ് ചെയ്യുമ്പോഴേക്കും തീരും. നിറയെ വെള്ളമുള്ള കിണറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുമെന്ന് വെച്ചാൽ മോട്ടോർ കേടായിട്ട് മാസങ്ങളായതാനും. ഇത് കാരണം ഡിപ്പോയ്ക്ക് ആവശ്യമായതും ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് ആവശ്യമായ വെള്ളവും ദിനവും പുറത്തുനിന്നുമാണ് എത്തിക്കുന്നത്. ഇതിനായി ദിവസവും 2,000-ലേറെ രൂപയാണ് ചെലവഴിക്കുന്നത്. ഇത്തരത്തിൽ തന്നെ നോക്കിയാൽ ഇതിനകം 60,000 രൂപയിലധികം ചെലവഴിച്ചു കഴിഞ്ഞു. 10 HP മോട്ടോറാണ് കിണറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാനായി ആവശ്യം. കാലപ്പഴക്കത്താലും നിരന്തരമായ ഉപയോഗം കൊണ്ടും കേടായ നിലവിലെ മോട്ടോർ നന്നാക്കാൻ 17,000 രൂപ ആവശ്യമായി വരും. ഇതിന് പരിഹാരമായി പുതിയ മോട്ടോർ വാങ്ങാൻ പണം അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഒന്നും ആയിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും നഷ്ടക്കണക്ക് മാത്രം പറയുന്ന KSRTCക്ക് പുറമെ നിന്ന് വെള്ളമടിക്കുന്ന കണക്കുകൂടി നഷ്ടമായി കണക്കാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വയനാട് ന്യൂസ്, ബത്തേരി. സ്റ്റുഡൻസ് പോലീസ് വിദ്യാർത്ഥികളുടെ ചിട്ടയായ ജീവിത രീതിയും കുട്ടികളുടെ സേവന പ്രവർത്തനങ്ങളും മാതൃകയാക്കാൻ വിദ്യാർത്ഥി സമൂഹം തയ്യാറാക്കണമെന്ന് പുൽപ്പള്ളി CI അബ്ദുൾ റഷീദ് പുൽപ്പള്ളി ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്റ്റുഡൻസ് പോലീസ് ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചുവരുന്ന മദ്യം മയക്കുമരുന്നുകളുടെ ദൂഷ്യഫലത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നതിനോടൊപ്പം
സമൂഹത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സ്റ്റുഡന്റ് പോലീസിന്റെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥി സമൂഹം ഉൾക്കൊണ്ട് പഠനത്തിലും സാമൂഹിക സാംസ്കാരിക രംഗത്തും കലാകായിക രംഗത്തും ഉയർന്നുവരാനുള്ള പ്രവർത്തനങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അനീഷ് അധ്യക്ഷയായിരുന്നു. SI MD ജോസ്, KR ജയരാജ്, റാണി ജോസഫ്, പ്രവീൺ, ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പുൽപ്പള്ളി. ബത്തേരി നഗരസഭയുടെ കരിവെള്ളിക്കുന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നുള്ള മാലിന്യം തേലമ്പറ്റയിലേക്ക് നീക്കം ചെയ്യാനുള്ള നടപടിയിൽ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. നൂറുകണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കാനുള്ള ശ്രമത്തിൽ നിന്നും നഗരസഭ പിന്മാറണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ പുതിയതായി നിർമ്മിക്കുന്ന കരിവള്ളിക്കുന്നിലെ നിലവിലെ പ്ലാന്റിലെ ചാരമടക്കമുള്ള മാലിന്യം തേലമ്പറ്റയിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിക്ഷേപിക്കുന്നതിനെതിരെയാണ് പ്രദേശവാസികൾ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഭാഗത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് ജനങ്ങൾക്ക് ദുരിതമാകുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. അതുകൂടാതെ കൗൺസിൽ ചേർന്ന് അവരുടേതായ പാർട്ടിക്കാർ മാത്രം തീരുമാനിച്ചിട്ട് കുഴിയെടുക്കുമ്പോഴോ ഇതിനൊന്നും പരിസര പ്രദേശത്തിലുള്ളവരെ പോലും ഒന്നും അറിയിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു മാലിന്യം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവർ ഗുണ്ടാകളടക്കം കൂടിയിട്ട് ഇതാ വരികയാണ്, തടുക്കുന്നുണ്ടെങ്കിൽ തടുത്തോ, ഞങ്ങൾ അങ്ങോട്ട് കിട്ടാനുള്ളതാണെങ്കിൽ മേടിച്ചോ, പിന്നെ അങ്ങോട്ട് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുത്തോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഇവിടെ മാലിന്യങ്ങൾ. അപ്പം ഞങ്ങൾ ഈ പരിസരവാസികളായ കോളനിക്കാരും അന്ന് എതിർത്ത് തടഞ്ഞു. കൂടാതെ സമീപത്തെ കോളനിയിലേക്ക് കുടിവെള്ളമെടുക്കുന്ന കിണർ മാലിന്യം നിക്ഷേപിക്കാൻ കുഴിയെടുത്ത സ്ഥലത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കിണറ്റിൽ നിന്നുമാണ് സമീപത്തെ കോളനിവാസികളടക്കം കുടിവെള്ളമെടുക്കുന്നതും. മാലിന്യം എവിടെ നിക്ഷേപിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകിയിരിക്കുകയാണ് നാട്ടുകാർ. വയനാട് ന്യൂസ്, ബത്തേരി. മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിലേക്ക് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച് പിന്നീട് BJPയിലേക്ക് മാറിയ ഗ്രാമപഞ്ചായത്ത് അംഗം ഷെൽജൻ ചാലക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്ന് CPM രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ആവശ്യപ്പെട്ടു. മുള്ളൻകൊല്ലിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം സുരേഷ് താളൂർ ഉദ്ഘാടനം ചെയ്തു. BJPയിൽ ചേർന്ന മെമ്പർ സ്ഥാനം രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ CPMന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കും. വർഗീയ കക്ഷികളോട് കൂടിച്ചേർന്ന് LDFനെ വഞ്ചിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗം രാജിവെക്കും വരെ ശക്തമായ സമരവുമായി CPM മുന്നോട്ട് പോകുമെന്നും വിശദീകരണ യോഗത്തിൽ പറഞ്ഞു. ജനങ്ങളുടെ വികാരം മാനിക്കാതെ BJPയിൽ ചേർന്ന മെമ്പർ ആദ്യം സ്ഥാനം രാജിവെച്ച് വീണ്ടും ജനവിധി തേടാൻ തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. CP വിൻസെന്റ് അധ്യക്ഷനായിരുന്നു. PS ജനാർദ്ദനൻ മുഖ്യപ്രഭാഷണം നടത്തി. CPM ഏരിയ സെക്രട്ടറി MS സുരേഷ് ബാബു, KN സുബ്രഹ്മണ്യൻ, PK മാധവൻ, ബിജു, PJ പൗലോസ്, ജോബി കാരോട്ട് പുത്തൻപുരയിൽ, ഋഷിത പ്രതീഷ്, ബിന്ദു, നിഷ ശശി, ഔസേബ്, ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ചീരാൾ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശുചിത്വ മിഷനും നെന്മേനി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യത്തോടെ ഗ്രീഷ്മോത്സവം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സരള ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മല്ലിക സോമശേഖരൻ അധ്യക്ഷയായിരുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ നമുക്ക് തന്നെ ഡിസ്പോസ് ചെയ്യാൻ കഴിയും എന്നുള്ള കഴിവുകൾ നമുക്കുണ്ട്, അറിവുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നമ്മളത് ചെയ്യാതെ നമ്മളത് കിഴി കെട്ടി കവറുകൾ കെട്ടി അടുത്തവന്റെ വീട്ടിന് മുറ്റത്തിട്ട് നമ്മൾ പൊട്ടിച്ചിരിക്കുക, എന്റെ വീട്ടിലൊന്നും ഇല്ലല്ലോ എന്ന് പറയുക. പച്ചക്കറിയുടെ വേസ്റ്റ് പശുവിന് ഉള്ള വീട്ടുകാർ അല്ലെങ്കിൽ ആടുള്ളവർ അത് നമുക്ക് കൊടുക്കുന്നു. ബാക്കിയുള്ള നമ്മൾ എന്താ ചെയ്യുക? വലിച്ചെറിഞ്ഞാൽ അത് മാലിന്യമാകും. അത് കുഴികുത്തി നമ്മൾ ടാങ്ക് ഉണ്ടാക്കി ടാങ്കിൽ സംഭരിക്കുകയാണെങ്കിൽ അതിനകത്ത് 2 മണ്ണിര കമ്പോസ്റ്റ് ഇട്ടാൽ അവിടെ വളമുണ്ടാവുന്നത്. മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്ന രീതി പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് K രാജഗോപാൽ പറഞ്ഞു. ബിന്ദു മണികണ്ഠൻ, സതി റജി, സുനിൽ റാം എന്നിവർ സംസാരിച്ചു. അമ്പലവയൽ സെന്റ് ഓർത്തഡോക്സ് പള്ളിയുടെ അമ്പലവയൽ ടൗണിൽ നിർമ്മിച്ച വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഖാന്മാരുടെ നാമത്തിൽ പണി കഴിപ്പിച്ച കുരിശടിയുടെ കൂദാശാകർമ്മം ബത്തേരി ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ അബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനി നിർവഹിച്ചു. ആയിരംകൊല്ലിപ്പള്ളിയിൽ നിന്ന് പ്രദക്ഷിണമായി കുരിശടിയിൽ എത്തിയ ശേഷമാണ് കൂദാശകർമ്മം നടത്തിയത്. ചടങ്ങിൽ ഫാദർ ഷാജി പോൾ, ഫാദർ അബ്രഹാം എടേക്കാട്ടക്കോർ എപ്പിസ്കോപ്പ, ഫാദർ ബിജു പീറ്റർ, ഫാദർ ജിൻസ്, അമ്പലവയൽ സെന്റ് മാർട്ടിൻ സഹവികാരി ഷിൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. കുടിയേറ്റ മേഖലയിലെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവന നൽകിയ പാടിച്ചിറ സെന്റ് സെബാസ്റ്റ്യൻ വികാരി ഫാദർ സജി പുഞ്ചയിലിനെ വയനാട് കർഷക രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. നിർധനരായ രോഗികൾക്ക് സഹായ പദ്ധതികൾ നടപ്പിലാക്കിയതും സാമ്പത്തിക പ്രതിസന്ധിയിൽ പഠനം മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സഹായങ്ങൾ നൽകിയും പാടിച്ചിറയുടെ വികസന പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ശ്രദ്ധേയനാണ്. CK രാഘവൻ ട്രസ്റ്റ് ചെയർമാൻ KR ജയരാജ് അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുള്ളംകൊല്ലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോർജ് തട്ടാമ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. P ഡിവൈൻസ്, ജോസ് നെല്ലേടം, ജോസ് കണ്ടന്തുരുത്തി, PJ ജോൺസ്, ബെന്നി മാത്യു, CD ബാബു, ജോസഫ്, KR ജയറാം, ഫെബിൻ റപ്പായി എന്നിവർ സംസാരിച്ചു.
കുട്ടികൾക്ക് നീന്തൽ പരിശീലനമൊരുക്കി ജില്ലാ സ്പോർട്സ് കൌൺസിൽ. ബത്തേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്വിമ്മിംഗ് പൂളിലാണ് പരിശീലനം പുരോഗമിക്കുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 50ഓളം വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകുന്നത്. ജില്ലാ സ്പോർട്സ് കൌൺസിലും ബത്തേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായിട്ടാണ് വിദ്യാർത്ഥികൾക്കായി മധ്യവേനലവധി നീന്തൽ പരിശീലനം നൽകുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 50ഓളം വിദ്യാർത്ഥിനികൾക്കാണ് പരിശീലനം നൽകൽ. രാവിലെ 8 മണി മുതൽ 10 മണി വരെയാണ് പരിശീലനം. ജില്ലയിലെ മികച്ച നീന്തൽ പരിശീലകരാണ് ഇവരെ പരിശീലിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്കായി നീന്തൽ പരിശീലിപ്പിച്ച് സ്വയം രക്ഷ ഉറപ്പുവരുത്തുകയും മറ്റുള്ളവർക്ക് രക്ഷകരാകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം. നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാൽ എല്ലാ ദിവസവും വിദ്യാർത്ഥികളും മറ്റു ആൾക്കാരും വെള്ളത്തിൽ പോയി മരിക്കുന്ന വാർത്തയാണ് കാണുന്നത്. അതിനൊരു പ്രതിവിധി കണ്ടെത്തുക, അതോടൊപ്പം തന്നെ സ്വയം രക്ഷപ്പെടുക, വെള്ളത്തിൽ വീണ് മരിക്കാതെ സ്വയം രക്ഷപ്പെടുക, മറ്റുള്ളവരെ രക്ഷിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിലുണ്ട്. 20 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിലൂടെ നീന്തൽ വശമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കുട്ടികൾ. ഇവരോടൊപ്പം രക്ഷിതാക്കൾക്കും പരിശീലനം നൽകുന്നുണ്ട്. വയനാട് ന്യൂസ്, ബത്തേരി. വ്യാപാരി വ്യവസായി കോഓപ്പറേറ്റീവ് ബാങ്ക് തിരഞ്ഞെടുപ്പിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വം നൽകുന്ന പാനലിൽ മത്സരിച്ച 11 അംഗങ്ങളും വിജയിച്ചു. 11 ഭരണസമിതിയിൽ നിന്നും ഇ.ടി. ബാബുവിനെ പ്രസിഡന്റായും PR വിജയനെ വൈസ് പ്രസിഡന്റായും വീണ്ടും തിരഞ്ഞെടുത്തു. ഡയറക്ടർമാരായി കെ ജയകുമാർ, NU ബാബു, CP ജോയ്ക്കുട്ടി, ബിജു വർഗീസ്, ബാബു CK ശശീന്ദ്രൻ, സിസിലി ബെന്നി, ഷാരി ജോണി, ബുഷറ മുഹമ്മദ് എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. മേപ്പാടിയിൽ നിന്നും നെടുമ്പാല വഴി മുട്ടിൽ വരെയുള്ള റോഡ് പാടെ തകർന്നതിനെ തുടർന്ന് ഈ റോഡിൽ സർവീസ് നടത്തിയിരുന്ന 2 സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തിയതോടെ ജനങ്ങൾ ദുരിതത്തിലായി. മുട്ടിലിൽ നിന്നും മേപ്പാടിയിലേക്ക് എളുപ്പത്തിലെത്താൻ കഴിയും എന്നതാണ് ഈ റോഡിന്റെ പ്രാധാന്യം. നൂറുകണക്കിന് വിദ്യാർത്ഥികളും തൃക്കൈപ്പറ്റ, മീനങ്ങാടി, വാഴപ്പറ്റ എന്നിവിടങ്ങളിലെ വിദ്യാലയങ്ങളിൽ എത്താൻ ഇതുവഴി സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചിരുന്നു. പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങളും ഈ റോഡിന്റെ ഗുണഭോക്താക്കളാണ്. ഒരു പതിറ്റാണ്ടിലേറെ കാലമായി റോഡ് തകർന്നു കിടക്കുകയാണ്. കുണ്ടും കുഴികളും നിറഞ്ഞ റോഡിലൂടെ സർവീസ് നടത്തുന്നതിനാൽ ബസ്സുകൾക്ക് അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടി വരുന്നത് മൂലം ഇതിലെയുള്ള ഓട്ടം വൻ നഷ്ടക്കച്ചവടമാണെന്ന് ബസ്സുടമകൾ പറയുന്നു. റോഡ് നന്നാക്കാത്തതിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. വയനാട് ന്യൂസ്, മേപ്പാടി. ജില്ലയിൽ വ്യാപകമായി മഴ കിട്ടിയതോടെ വറ്റിവരണ്ട് കിടന്ന കബനിപ്പുഴയിൽ ജലവിധാനം ഉയർന്നത് കർഷകർക്ക് ആശ്വാസമാകുന്നു. മാസങ്ങളായി വറ്റിവരണ്ട പാറക്കെട്ടുകൾ മാത്രമായി കിടന്ന കബനി നദിയിലെ മരക്കടവ് മുതൽ കൊളവള്ളി വരെയുള്ള പുഴയിൽ ജലവിധാനം ഉയർന്നത് അതിർത്തി പ്രദേശങ്ങളിലെ കിണറുകളിലും കുളങ്ങളിലും ജലവിധാനം ഉയരാൻ കാരണമായി. കൊടും വരൾച്ചയിൽ വിണ്ടുകീറിയ കബനിപ്പുഴയിൽ പച്ചപ്പ് നാമ്പെടുത്തു. ജില്ലയിലെ മിക്കയിടത്തും നല്ല മഴ പെയ്തതോടെയാണ് കബനിയിൽ നീരൊഴുക്ക് ഉയരാൻ കാരണം. പുഴയെ ആശ്രയിച്ചാണ് പുൽപ്പള്ളി, മുള്ളംകൊല്ലി പഞ്ചായത്തുകളിലെ കബനി കുടിവെള്ള പദ്ധതി. ജലവിധാനം ഉയർന്നതോടെ പമ്പിങ്ങിന് തടസ്സമില്ലാതായി. കബനി നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ബാവലി മുതൽ കൊളവള്ളി വരെ അതിർത്തി പ്രദേശങ്ങളിലെ വരണ്ടുകിടന്ന കൃഷിയിടങ്ങളിൽ പച്ചപ്പണിഞ്ഞതും വറ്റിവരണ്ട കബനി തീരത്ത് പാറക്കെട്ടുകളിൽ ജലവിധാനമുയർന്നതോടെ പൂർവ്വസ്ഥിതിയിലായ കബനി നദി കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. കബനി നദി പാടെ വറ്റിപ്പോയായിരുന്നു. വെള്ളമെല്ലാം വറ്റി, മണ്ണെല്ലാം വിണ്ടുകീറി അവസ്ഥയിലായിരുന്നു. പക്ഷേ ഈ 2-3 ആഴ്ച മുമ്പ് നല്ല മഴ ലഭിച്ചു. അപ്പോൾ കബനി നദി നല്ല പൂർണ്ണമായിട്ടല്ല എങ്കിലും നല്ല രീതിയിൽ വെള്ളമെല്ലാം കയറി. അതിപ്പോൾ കബനി നദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കനത്ത മഴ കുടിയേറ്റ മേഖലയിൽ ലഭിച്ചതോടെ കിണറുകൾക്ക് ജീവൻ വെച്ചു. വരൾച്ച വൻ ഭീഷണി ഉയർത്തിയ ക്ഷീരമേഖലയ്ക്ക് ആശ്വാസമായി. വരും നാളുകളിൽ നല്ല മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ ചേന, കപ്പ, ഇഞ്ചി, കുരുമുളക്, വാഴ തുടങ്ങിയ കൃഷികളുടെ നടീൽ പ്രവൃത്തികളും ആരംഭിച്ചു. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. നമ്പ്യാർകുന്ന് പോസ്റ്റ് ഓഫീസ് വാളേരി റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VT ബേബി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മിച്ചത്. വാർഡ് മെമ്പർ കെ രാജകുമാർ അധ്യക്ഷനായിരുന്നു. ഫാദർ വർഗീസ് കൊല്ലമ്മാവുംകുടി, മുനീബ്, കുട്ടിക്കൃഷ്ണൻ, PV ജോണി, സുഭദ്ര രാജു, ജയപ്രകാശ്, വാസു മാളേരി, CM അബു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫർണിച്ചർ കടയിൽ വൻ അഗ്നിബാധ, ലക്ഷങ്ങളുടെ നാശനഷ്ടം. സംഭവം ഇന്ന് പുലർച്ചെ പാടിച്ചിറയിൽ. നൂൽപ്പുഴ വനാന്തര ഗ്രാമത്തിൽ കൃഷിയിടത്തോട് ചേർന്ന ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനം കത്തി നശിച്ചു. സംഭവം നൂൽപ്പുഴ കുണ്ടൂർ വനഗ്രാമത്തിൽ. ഇത്തവണ കാലവർഷം നേരത്തെയെന്ന് റിപ്പോർട്ട്. മെയ് 26 മുതൽ മൺസൂൺ തുടങ്ങും. കാലവർഷം നേരത്തെ എത്തുന്നത് കർഷക ജനതയ്ക്ക് ആശ്വാസമാക്കും. നൂൽപ്പുഴ തേക്കുംപറ്റ 4 സെന്റ് കോളനിക്കാർ കുടിക്കുന്നത് മലിനജലം. കോളനിയിലെ അംഗൻവാടിയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതും മലിനജലം ഉപയോഗിച്ച്. കോളനിയിൽ പുതിയ കിണർ വേണമെന്ന ആവശ്യം ശക്തം.
വ്യാജ വികലാംഗ സർട്ടിഫിക്കറ്റ് നിയമനം ഉദ്യോഗാർത്ഥികൾക്കെതിരെ നിയമ നടപടി ആരംഭിച്ചു. മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിലെ ജീവനക്കാരിയെ പിരിച്ചുവിട്ട് ഉത്തരവായി. അമരക്കുനി വിശുദ്ധ യൂദാശ്ലീഹായുടെ നാമധേയത്തിൽ നിർമ്മിച്ച ദേവാലയ കൂദാശ കർമ്മം നിർവഹിച്ചു. മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രങ്ങളായി ആരാധനാലയങ്ങൾ മാറണമെന്ന് മാനന്തവാടി രൂപത അധ്യക്ഷൻ മാർ ജോസ് പൊരുന്നേടം. കുടിയേറ്റ മേഖലയിലെ നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രങ്ങളായി അമരക്കുനി ദേവാലയം മാറിയതായും ബിഷപ്പ് ഡോക്ടർ മാർ ജോസ് പൊരുന്നേടം. സമരഭൂമിയിൽ കിടപ്പാടമില്ലാതെ ആദിവാസി കുടുംബങ്ങൾ ദുരിതത്തിലായത് മേപ്പാടി, നെടുമ്പാല, ഇല്ലിച്ചോട് സമരകേന്ദ്രങ്ങളിലെ കുടുംബങ്ങൾ. ഭൂമി തരംതിരിച്ചു നൽകാൻ നടപടിയില്ലാത്തത് ദുരിതം ഇരട്ടിപ്പിക്കുന്നു. KSRTC മാനേജ്മെന്റ് ബത്തേരി ഡിപ്പോയോട് കാണിക്കുന്ന അവഗണനയ്ക്ക് അറുതിയില്ല. രാത്രിയാത്രാ നിരോധന സമയത്ത് ബത്തേരി വഴി ബാംഗ്ലൂരുവിലേക്ക് സർവീസ് നടത്തിയിരുന്ന ബസ് മാനന്തവാടി വഴിയാക്കി. കേടായ മോട്ടോർ മാറ്റി സ്ഥാപിക്കാൻ നടപടിയില്ല. 1 മാസമായി ഡിപ്പോയിലേക്ക് വെള്ളം എത്തിക്കുന്നത് ലോറി. ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.